ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSC പരിശോധനാ ഫലത്തിൽ വ്യക്തതയില്ല. പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. ദ്വാരപാലക പാളി മാറ്റിയോ എന്നതിൽ ആധികാരിക വിവരവും പാളികളിൽ എത്ര സ്വർണമെന്നതിൽ ശാസ്ത്രീയ പരിശോധനയും വേണം. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുക്കണമെന്നും ഹൈക്കോടതി. വിശദ പരിശോധനയ്ക്ക് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ സാമ്പിളുകൾ നൽകാനൊരുങ്ങി SIT. കുറ്റപത്രം ഉടനില്ല. കേരളത്തിൽ തുടർഭരണം നല്ലതല്ലെന്ന Sachidhanandan പ്രസ്താവന ചൂടേറിയ ചർച്ചയാക്കി രാഷ്ട്രീയ കേരളം. പ്രസ്താവന തള്ളി MV ഗോവിന്ദൻ അടക്കം CPM നേതാക്കൾ രംഗത്ത്. കേരളത്തിന്റെ പൊതുവികാരമെന്ന് VD സതീശൻ. തുടർഭരണത്തെ എതിർത്ത് സാറാ ജോസഫും രംഗത്ത്. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. വ്യാപാര കരാർ വിശദീകരിക്കണമെന്ന ആവശ്യം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഇന്നും അനുമതി നൽകിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷ നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. ശിവകുമാറിന്റെ ഡ്രൈവറും 2 സുഹൃത്തുക്കളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ED അന്വേഷണത്തിന് ശുപാർശ. 10 വർഷത്തോളമായി തനിക്കെതിരെ നടന്ന രാഷ്ട്രീയ പ്രേരിതമായ കേസിൽ സത്യം തെളിഞ്ഞെന്ന് VS ശിവകുമാർ. ചെന്നൈയിൽ മലയാളി യുവനടിക്ക് നേരെ ഹോട്ടൽ ജീവനക്കാരന്റെ മോശം പെരുമാറ്റം. സെൽഫി ആവശ്യപ്പെട്ട് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. നാഗപട്ടണം സ്വദേശി സയ്യിദ് അഫ്രീദി പിടിയിൽ. കൊച്ചി ബിനാലയിൽ പങ്കെടുക്കാനെത്തിയ വിദേശ കലാകാരിക്കെതിരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. പരാതി നൽകിയത് തായ്ലൻഡ് സ്വദേശിനി. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ പ്രതി നിരണം സ്വദേശിയായ വരുൺ കസ്റ്റഡിയിൽ. സിനിമാ തൊഴിലാളികളുടെ പുതുക്കിയ സേവന വേതന കരാർ ഒപ്പുവയ്ക്കും. അധിക ബാറ്റ് ഉൾപ്പെടെ ഉറപ്പാക്കാൻ ധാരണ. നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിവർക്ക് പുറമെ എല്ലാ നടീനടന്മാരും എല്ലാവരും കരാറിന്റെ ഭാഗമാകണമെന്ന ആവശ്യം. ബിജു മേനോൻ പ്രമോഷന് സഹകരിക്കുന്നില്ലെന്ന് ഫെഫ്ക.